ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിലായിരുന്നു നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോയിട്ടു. പിന്നെ നമ്മൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു. കസ്റ്റമർ പറഞ്ഞ ജനസർവീസിൽ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെട്രോളും ലീക്ക് ആവുന്നുണ്ട്. അതുപോലെ പ്ലഗ് ചെക്ക് ചെയ്യുക, ബ്രേക്ക് സൗണ്ട്, എൻജിൻ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ മാറ്റി ചെക്ക് ചെയ്തിട്ട്, അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മാറ്റാം. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. പക്ഷേ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ അത്യാവശ്യം കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക് സൗണ്ട് ഉണ്ട്, അതുപോലെ ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. നമ്മൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ബാക്കിലെ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ വീലിൻ്റെ റബ്ബർ, ഏറ്റവും റബ്ബർ വീൽ ഡാമ്പർ പറയും, അത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് വരില്ല. അപ്പോൾ ആ റബ്ബറൊന്ന് മാറ്റാം. അതുപോലെ നമുക്ക് ചെയിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണ്. മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കുന്നു. അതുപോലെ ചെയിൻ ഓടുമ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ട് ഒരു സൈഡ് ലൂസ്, ഒരു സൈഡ് ടൈറ്റ്. അതിൻ്റെ ഒരു സൗണ്ടാണ് ചെയിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുന്നത്. അതുപോലെ സെൽഫ് കറക്റ്റായിട്ട് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അത് ബാറ്ററി തീരെ ചാർജ് കുറവാണ്. ബാറ്ററി ഇരിക്കുന്നത് അതിൽ ആമറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ബാറ്ററിയുടെ വോൾട്ടും അതിൻ്റെ കംപ്ലൈൻറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവും തീരെ ലോ ആയിട്ടാണ് വോൾട്ട് കാണിക്കുന്നത്. 8 ഉള്ളൂ. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ബാഡായിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ നമുക്ക്. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗും നല്ല പ്ലഗാണ്. അപ്പോൾ അത് നമുക്കത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഒരു കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യേണ്ടത് നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ പിന്നെ അത് കൂടാതെ തന്നെ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ നമ്മൾ വണ്ടി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വണ്ടി അതിനനുസരിച്ച് മൂവിങ് ആവണില്ല. വണ്ടി റൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഉള്ളത്തെ കംപ്ലയിൻ്റാണ്. ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റാണ്. അത് കസ്റ്റമർ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അത് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ അതുകൂടി ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. വണ്ടി നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി റേസ് ആവണല്ലോ, അതിനനുസരിച്ച് മൂവിങ് ആവുന്നില്ല. പിന്നെ അതിൻ്റെ പെട്രോളിൻ്റെ ലീക്ക് പറഞ്ഞിരുന്നു. നിലവിലിപ്പോൾ ലീക്കൊന്നും കാണുന്നില്ല. കാർബറേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ ലീക്കൊന്നും കാണില്ല. കാർബറേറ്റർ വണ്ടി കാലപ്പഴക്കത്തിൻ്റേതായ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ഇനിയും റിപ്പീറ്റായി ലീക്ക് എന്തെങ്കിലും കാണിക്കാതെങ്കിൽ കാർബറേറ്റർ മാറ്റിക്കളിയേ ഇതുള്ളൂ. നിലവിൽ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. പഴക്കത്തിൻ്റെ അയച്ചിട്ട് ലീക്കാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നിലവിലിപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കി നമുക്കിപ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് മെയിനായിട്ട് അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും ക്ലച്ച് ഡിസ്കും. പിന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്ന ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ചെയിൻ സ്പ്രോക്കറ്റും ക്ലച്ച് ഡിസ്കൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം. അത്യാവശ്യം എമൗണ്ട് വരുന്ന വർക്കാണ്. അതുണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് ആയാലും ക്ലച്ച് ഡിസ്ക് ആയാലും അത്യാവശ്യം എമൗണ്ട് വരുന്ന വർക്കാണ്. അപ്പോൾ അതെന്താ ചെയ്ത് വെച്ചാൽ അത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഓക്കെ.